നമ്മുടെ ഇപ്പോൾ ഈ ജോണി നെല്ലൂർ UDF നിന്ന് പോയ കഥകളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ ഒരു വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. അദ്ദേഹം UDFന്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം UDFന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഒരു ഇടനിലക്കാരൻ മുഖേന BJPയുടെ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ വണ്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തുന്ന ഓഡിയോ ക്ലിപ്പിംഗ് ഒക്കെ കേരളത്തിലെ പ്രമുഖ ചാനലുകൾ പുറത്തുവിട്ടതാണ്. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം BB അഗസ്റ്റിൻ പ്രസിഡന്റായി, അദ്ദേഹം വൈസ് പ്രസിഡന്റായി, മുൻ MLA മറ്റൊരു MLA കൂടെ കൂട്ടി ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി BJPയുടെ ഘടകകക്ഷിയാകാൻ തിരുവനന്തപുരത്ത് TV-യിലിരിക്കുക. പ്രധാനമന്ത്രി വിളിക്കുമെന്നോർത്ത് അദ്ദേഹമാണ് ഇന്ന് BJPക്കെതിരെ മണിപ്പൂർ സംഭവം ഉൾപ്പെടെയുള്ള വളരെ വാചാലമായിട്ട് BJPക്കെതിരെ പറയുന്നത്. അന്ന് പ്രധാനമന്ത്രി അദ്ദേഹവുമായിട്ട് ചർച്ച നടത്താത്തതുകൊണ്ട് ആ പാർട്ടി പുള്ളി പിരിച്ചുവിട്ടു. കാരണം പ്രധാനമന്ത്രി വരികയും അമിത്ഷാ വന്ന അന്നും ഇവർ തിരുവനന്തപുരത്ത് TV-യിലിരിക്കുക, ഫോൺ തെരഞ്ഞെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക, കോൾ വരുന്നുണ്ടോ എന്ന്. പക്ഷേ BJPക്ക് ഈ കാലുമാറ്റക്കാരെ അറിയാവുന്നതുകൊണ്ട് BJP ഉൾക്കൊണ്ടില്ല. അതുകൊണ്ടാണ് പുള്ളി ഇന്നിപ്പോൾ നേരെ പോയി പഴയ ലാവണത്തിലേക്ക് പോയി അവിടെ ചേർന്നിട്ട് ഇന്ന് LDF പ്രതിനിധിയായിട്ട് ഇന്ന് ഈ സംസാരമൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, ഇന്ന് ഈ കാർഷിക മേഖലയുടെ റബ്ബറിന് വില 250 ആക്കുമെന്ന് ജോസ് കെ മാണി ഉൾപ്പെടെ ഉള്ളവരെ പറഞ്ഞിട്ടാണല്ലോ അധികാരത്തിൽ വന്നത്. റബ്ബർ വിലയുടെ സംസാരിക്കുവാൻ ഈ ജോണി നെല്ലൂരിന് കഴിയുമോ? ഇതുവരെ ജോണി നെല്ലൂരെ ഉൾപ്പെടെയുള്ള റബ്ബർ വിലയുടെ പ്രതികരിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കാർഷിക മേഖലയുടെ വില തകർച്ചയ്ക്കെതിരെ പ്രതികരിക്കുവാൻ കേരള കോൺഗ്രസ് കഴിഞ്ഞിട്ടില്ല. എന്താ പറയുന്നത്? നിരന്തരമായ ഇടപെടൽ ജോസ് കെ മാണി നടത്തുന്നു. എന്താ നിരന്തരം? ഓരോ മെയിൽ അയച്ചെന്നാ പറഞ്ഞു. നിരന്തരമായ ഇടപെടൽ. കത്തയക്കുന്ന ഒരു ചെയർമാനായിട്ട് പുള്ളി മാറിയിരിക്കുക. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്ത് കൊടുക്കുക. കത്ത് മാത്രമേ കൊടുക്കുള്ളൂ, വേറെ ഒന്നും കൊടുക്കാറില്ല. അപ്പൊ അദ്ദേഹത്തിനെ പ്രതികരിക്കാൻ അദ്ദേഹത്തോട് കൂടെ കഴിയുന്നില്ല.